ഏറെക്കാലത്തെ ആഗ്രഹമായ വിമാനയാത്ര എന്ന സ്വപ്നം കൂട്ടായ അധ്വാനത്തിലൂടെ സാക്ഷാത്കരിക്കുകയാണ് കൊല്ലം പനയത്തെ കുടുംബശ്രീ അംഗങ്ങൾ. റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ തിരുവോണം കുടുംബശ്രീയിൽ നിന്നാണ് അമ്മമാർ ഉൾപ്പെടെ 14 പേരടങ്ങുന്ന സംഘം പറക്കാനൊരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലേക്കും അവിടെ നിന്ന് വന്ദേ ഭാരതിൽ തിരികെ എത്താനുമാണ് തീരുമാനം. യാത്രകൾ എല്ലാവർക്കും സ്വപ്നതുല്യമാണ്. വിമാനയാത്ര എന്നാൽ ഏറെ പ്രിയങ്കരവും. അത്തരമൊരു സ്വപ്നയാത്രയ്ക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ് പനയത്തെ തിരുവോണം കുടുംബശ്രീ. ആ അംഗങ്ങളോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരൊക്കെ തന്നെ യാത്ര പോകുന്ന ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാ, സ്വപ്നതുല്യമായിട്ടുള്ള ഏറെക്കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന യാത്രയാണല്ലേ? അതെ, ഏറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ 20 വർഷമായി യൂണിറ്റ് തുടങ്ങിയിട്ട്, പക്ഷേ ഇങ്ങനൊരു യാത്ര ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ അല്ലാതെ വാർഷികങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സ്വപ്നതുല്യമായ യാത്ര ഇപ്പോഴാണ്. ഇത് കുറേ ദിവസം കണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങളുടെ ലാഭത്തിൽ നിന്ന് അതിനുള്ള തുക കണ്ടെത്തി ഈ അമ്മമാരുടെ സന്തോഷത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു പ്രവർത്തനം? അപ്പോൾ എന്തൊക്കെ ജോലികളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് നിങ്ങൾ ചെയ്തത്? ഞങ്ങൾ അരി ഹോൾസെയിലായിട്ട് എടുത്ത് അത് റീറ്റെയിൽ കച്ചവടം ചെയ്ത് അതിൻ്റെ ലാഭം ഉണ്ടായിരുന്നു. തുണിക്കച്ചവടം ചെയ്തിട്ടുണ്ട്. പച്ചമഞ്ഞൾ എടുത്ത് ഉണക്കി പൊടിച്ച് അത് പാക്കറ്റാക്കി വിറ്റ് അതിൻ്റെ ലാഭമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയ തുകകൾ കണ്ടെത്തി സ്വരൂപിച്ച് ഇത്രയും ആയതാണ്. അച്ചാറുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയിലാണല്ലേ? ആദ്യമായിട്ടല്ലേ വിമാനത്തിലൊക്കെ കയറുന്നത്? ആദ്യമായിട്ടാ ഏറെ കാലം കൊണ്ട് ആഗ്രഹിച്ചാണ്. ആഗ്രഹിച്ചത്. അപ്പോൾ എങ്ങനെയാ ഇവർ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ആദ്യം ഒന്നും തോന്നില്ല, പാവം തോന്നി. അവരെ കൂടെ സന്തോഷമായിട്ട് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അത് തന്നെ. അപ്പോൾ അടിച്ചു പൊളിക്കും എന്താ യാത്ര? അപ്പോൾ ഉഷകുമാരി അമ്മയാണ് ആദ്യമായിട്ട് ഈ വിമാനത്തിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം പറയുന്നത് അല്ലേ? അപ്പോൾ ഏറെ കാലം കൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ സഹകരിച്ച് എല്ലാവരും കൂടെ സമ്മതം മൂളി എല്ലാവരും കൂടെ പാവെന്ന് തീരുമാനിച്ചു. ഇതിൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് അടുത്തൊക്കെയാണ് ഇവരുടെ ഈ ഒരു പ്രദേശമെങ്കിലും വന്ദേ ഭാരത് ഇതിലൂടെ പല തവണ പോകുന്നതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും ആദ്യമായിട്ട് കയറാൻ കിട്ടിയ ഒരു അവസരമാണല്ലേ ഇത്? ആദ്യമായിട്ട് കാണാം. ഞങ്ങൾ എപ്പോഴും കാണുന്നതാ, പക്ഷെ കയറിയിട്ടില്ല. അടുത്ത് നിന്ന് പോലും കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കില്ല. എന്തായാലും അതിലും കയറും. ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക്, ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടെ അതങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലും കയറും. നേരത്തെ വിമാനത്തിൽ കയറി എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, അതാണ് ഇതിൻ്റെ കോർഡിനേറ്റിംഗ് മൊത്തം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു? അതിൽ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, പ്രായം ഒന്നിനും ഒരു പ്രശ്നമല്ല. അവരെല്ലാം ഞങ്ങളുടെ കൂടെ, ഞങ്ങളെക്കാട്ടും ആക്റ്റീവാണ് അവരെല്ലാവരും. പക്ഷെ ഞങ്ങളുടെ 20ാം വാർഷികം കൂടെയാണ്. സാധാരണ ഈ അയൽക്കൂട്ടം എന്നൊക്കെ ഈ നമ്മൾ കളിക്കൊക്കെ പറയാറുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബഹളമൊക്കെ ആണെന്ന്. അങ്ങനെയല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഞങ്ങൾ അത്രയും ഭംഗിയായിട്ടാണ് ഗ്രൂപ്പ് കൂടുന്നതും. ഞങ്ങളുടെ ഒരു ആഘോഷം പോലെയാണ് ഞങ്ങളുടെ കുടുംബശ്രീ. യാത്രകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ലല്ലേ? അടുത്തൊരു പ്ലാനും കൂടെ ഉണ്ടോ? അടുത്ത പ്ലാനുണ്ട്. ഞങ്ങളൊരു കപ്പൽ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത വാർഷികത്തിന്. അപ്പോൾ വിമാനം കഴിഞ്ഞാൽ പിന്നെ കപ്പലാണ് ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നത്. ഒരുപോലത്തെ സാരിയൊക്കെ കൊടുത്ത് ഈ വേഷത്തിൽ തന്നെയല്ലേ യാത്ര? അതെ, ഈ വേഷത്തിൽ തന്നെയാണ് യാത്ര. അപ്പോൾ വർഷങ്ങളായുള്ള എല്ലാവരുടെയും കാത്തിരിപ്പ് എങ്ങനെയുണ്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ? മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കുടുംബശ്രീ ഒരു ആലോചനയും അതിനൊരു തീരുമാനം എടുക്കുകയും ഞങ്ങളെ ചെയർപേഴ്സണെയും CDS മെമ്പറ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു പ്രായമുള്ള അമ്മമാരെ കൂടെ ഇങ്ങനെ ഒരു സന്തോഷമായിട്ടൊരു യാത്ര, അതും പ്ലെയിനിൽ, നമുക്ക് ഒരിക്കലും അത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം സാക്ഷാത്കരിക്കുന്ന അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ജോളിയായിട്ട് പോയിട്ട് വരാൻ പോവുകയാണ്. വീട്ടുകാരൊക്കെ എങ്ങനെയാ കൂടെ സപ്പോർട്ടാണ്? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ്. വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഇത്രയും ഇതായിട്ടൊരു യാത്ര ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും. എന്തായാലും അവരങ്ങനെ ആഗ്രഹിച്ച യാത്ര പോകാൻ പോവുകയാണ്. പക്ഷേ ഈ യാത്രയിലൊന്നും അവസാനിക്കില്ല. ഇനിയും വലിയ വലിയ യാത്രകളിലേക്കാണ്. അതിലൊരു ചുവടുവെപ്പ് കൂടെയാണ്. എന്തായാലും വലിയൊരു അധ്വാനത്തിൻ്റെ ബലമാണ്, വളരെ വർഷത്തെ ആഗ്രഹത്തിൻ്റെ ഒരു ബലം കൂടെയാണ്. അവരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. നല്ലൊരു യാത്ര തന്നെ അവർക്കെല്ലാം ആശംസിക്കുന്നു. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.